ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ലുലുവിൽ പോയപ്പോഴത്തേക്ക് വലിയ പ്രോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വൃത്തിയാക്കി തന്നെയാണ് കിട്ടിയത്, അതുകൊണ്ട് വയ്ക്കാൻ എളുപ്പമായിരുന്നു. അപ്പോൾ അത് വാഷ് ചെയ്തിട്ട് നമുക്കിന്ന് അത് വെച്ചൊരു റോസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് സാൾട്ട് ടു ടേസ്റ്റ്, ആദ്യം കുറച്ച് സാൾട്ട് ഇട്ടു, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട്, പിന്നെ നമ്മളിടാൻ പോണത് പൊടികളാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, ഇത്രയായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാമേ. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീരും കൂടെ യൂസ് ചെയ്യുക. എന്നിട്ടൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് സൺഫ്ലവർ ഓയിലിലോ കോക്കനട്ട് ഓയിലിലോ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഈ കാണുന്നത് ഇതിലോട്ട് വേണ്ട സാധനങ്ങളാണ്. പ്രോൺസ് ഫ്രൈ ചെയ്ത സെയിം പാനിൽ തന്നെയാണ് കേട്ടോ ഇതെല്ലാം വയ്ക്കുന്നത്. ആദ്യം തേങ്ങ അരിഞ്ഞതില്ലേ അതിട്ട് കൊടുക്കണം. പിന്നെ വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് ചെറിയുള്ളി, വലിയുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് സാൾട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കുറച്ച് നേരം ഒന്ന് വയ്ക്കുക. ഉള്ളി സെറ്റായിട്ട് വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. തീ സിമ്മിലിട്ടിട്ട് വേണം ഈ പൊടികളൊക്കെ ആഡ് ചെയ്യാൻ. പിന്നെ നമ്മൾ സാധാ പൊടികളായ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് പെരിഞ്ജീരക പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടരിഞ്ഞ നല്ല പഴുത്ത തക്കാളി തന്നെ ചേർക്കാൻ നോക്കണം. നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളി ഒന്ന് സെറ്റായി വരണം. തക്കാളി നല്ലതുപോലെ വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നമ്മൾ ഒരു 1/2 ഗ്ലാസ്സോളം അല്ലെങ്കിൽ ഒരു 3/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് കുറുകി വരണം. കറി നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് ഇതിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രോൺസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. റോസ്റ്റ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.